കൂത്താട്ടുകുളം നഗരസഭ പൊതുമാർക്കറ്റിന് പുറത്തുള്ള വഴിയോര കച്ചവടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മാർക്കറ്റിനുള്ളിലെ കച്ചവടക്കാർക്ക് വ്യാപാരം കുറയുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാർക്കറ്റിനു മുന്നിലെ വഴിയോര കച്ചവടക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ജയന്തി റോഡ് മുതൽ പൊതുമാർക്കറ്റിന് മുൻവശം വരെയുള്ള വാഹനങ്ങളിലെ വഴിയോര കച്ചവടം മാർക്കറ്റിനുള്ളിലേക്ക് ആക്കണം എന്നാണ് നഗരസഭാ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ഭാസ്കരൻ എന്നിവർ മാർക്കറ്റിലെത്തി വഴിയോര കച്ചവടക്കാരുമായി സംസാരിച്ചു. മാർക്കറ്റ് ലേലം ചെയ്ത് കൊടുത്തേക്കാണ് അവർ പറയുന്ന കാര്യം നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് തന്നെ ഇത് വഴിയാണ്. ഈ വഴിക്കകത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ മാർക്കറ്റിൽ കയറാൻ മതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ അകത്ത് കയറി നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ ഒരാഴ്ച ഈ 400 അവിടെ എത്രയാണെന്ന് വെച്ചാൽ അവിടെ പോകണം. ഒരാഴ്ച കയറി കിടക്കുന്നു. പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന പച്ചക്കറി മാർക്കറ്റായിരുന്നു കൂത്താട്ടുകുളത്തെ. അതിപ്പോ വണ്ടി റോട്ടിൽ ഇപ്പൊ എല്ലാ വാഹനങ്ങളിലും പച്ചക്കറി കൊണ്ട് നിരത്തിയിട്ടുള്ള മാർക്കറ്റിലേക്ക് ആൾക്കാർ കയറി വരാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. സ്റ്റാൾ വാടക 350 രൂപ കൊടുത്ത് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ 350 രൂപ കൊടുത്തിരുന്നാലും പുറത്ത് അവരോട് നിസ്സാര പൈസ കൊടുത്തിട്ട് പച്ചക്കറി എല്ലാം പുറത്തിട്ട് വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായിട്ട് വാടക ഈടാക്കിക്കൊണ്ടുള്ള പച്ചക്കറി കച്ചവടം ഞങ്ങൾക്ക് മാർക്കറ്റിലേക്ക് ആരും കയറി വരാത്തൊരവസ്ഥയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പച്ചക്കറി അവർ എന്ത് വിലക്കുവാണെങ്കിലും അകത്ത് കയറ്റിയിട്ട് വിൽക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. അവരെന്നാ വിലക്കുവാണെങ്കിലും വിറ്റോട്ടെ. ഞങ്ങളുടെ മുൻ ഭരണസമിതിയോടും പറഞ്ഞ് ഇപ്പോഴത്തെ ഭരണസമിതിയോടും അത് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. എന്ത് വിലക്ക് അവർക്ക് ഇഷ്ടമുള്ള വിലക്ക് അവർക്ക് മാർക്കറ്റിൽ വെക്കാം. പക്ഷേ ഈ സ്റ്റാളിൽ കയറി ഇരുന്ന് വിൽക്കണമെന്നൊരു മാത്രം ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഈ ഭരണസമിതിയോട് പറയാനുണ്ടെങ്കിൽ അവർ അകത്ത് കയറിയിരിക്കുക. എന്നാലാണ് ഈ മാർക്കറ്റ് നിലനിന്ന് പോകുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും മാർക്കറ്റ് നിലനിന്ന് പോകില്ല. ഇപ്പൊ അതായത് ഒരു PC അറിയാം, ഒരു 10, 28, 30 പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു നമ്മുടെ പഴയ മാർക്കറ്റിൽ. ഇപ്പൊ വന്നു ഞങ്ങൾ 3 കച്ചവടക്കാരായിട്ട് മാറിയിരിക്കുക. നമ്മുടെ കൂത്താളം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു 30 സ്റ്റാളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ വന്നു ആകെ 3 കച്ചവടക്കാരായി പോയി. അത്രയും ഒരു സൂക്ഷിച്ച ഒരു ഇടപാടായി പോയി മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂത്താട്ടുകുളം മാർക്കറ്റിന്റെ പഴയ പ്രൗഢി തിരികെ കൊണ്ടുവരുന്നതിന്റെ ആദ്യപടിയാണ് കച്ചവട സൗഹൃദമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് ഭരണസമിതി അറിയിച്ചു. വരും ദിവസങ്ങളിൽ കച്ചവടക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കച്ചവടം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.